പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്പീഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? സ്പീഡ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതൊരു സിമ്പിളായിട്ടുള്ളൊരു സ്പീഡായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? അങ്ങനെ സിമ്പിളായിട്ടൊരു സ്പീഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇതാ സിമ്പിൾ എനർജിയുടെ പുതിയ ജെൻ 2 മോഡലായ സിമ്പിൾ 1ൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മുടെ EVയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു EVക്ക് പ്രധാനമായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ബാറ്ററിയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സിമ്പിൾ 1ൽ വന്നിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് 5 kW ഒരു ബാറ്ററി പാക്കുള്ള വെഹിക്കിളാണ് നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത്. സോ ആ ഒരു 5 kW ബാറ്ററി ഔട്ട്പുട്ടായിട്ട് 8 kW ഒരു മോട്ടറാണ് പ്രവർത്തിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് ടോർക്ക് എന്ന് പറയുന്നത് 72 Nm ടോർക്കാണ്. നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം പ്രാധാന്യമായിട്ടുള്ളത് അതിൻ്റെ മോഡുകളാണ്. ഇതിൽ വന്നിരിക്കുന്ന മോഡുകൾ എന്ന് പറയുന്നത് ആദ്യം ഇക്കോ എക്സ്, അത് കഴിഞ്ഞിട്ട് ഇക്കോ, പിന്നീട് റൈഡ്, പിന്നീട് അത് കഴിഞ്ഞിട്ട് എയർ, പിന്നെ സോണിക് എക്സ് എന്നീ 6 മോഡുകളാണ് നമ്മുടെ ഈ ഒരു സിമ്പിൾ 1ൽ വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടിക്ക് ഇംപ്രസീവ് ബാറ്ററി ഉള്ളതുകൊണ്ട് ഇതിന് അതേപോലെ തന്നെ ഒരു ഇംപ്രസീവ് റേഞ്ച് തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ തന്നെ ട്രാക്ഷൻ കൺട്രോളുകളുണ്ട്. ഇപ്പം നിലവിലുള്ള ചില ഇലക്ട്രിക് സ്കൂട്ടറുകളിലും ഇലക്ട്രിക് ബൈക്കുകളിലും അതേപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് വണ്ടികളിലും ഉള്ള ഫീച്ചറാണ് ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ. ഇതിലും ആ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഫീച്ചർ ഉണ്ട്. ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത് 7 ഇഞ്ചിന്റെ ഒരു ഹൈ റെസ്പോൺസീവ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് നല്ലൊരു ഫീച്ചേഴ്സ് ഉണ്ട്. ഡിസ്പ്ലേ ആകുമ്പോഴത്തേക്കും ഫീച്ചേഴ്സ് വൈസ് ആണല്ലോ നമ്മളൊരു കൺസേൺ പോകുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ മാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് കൺട്രോൾസ്, ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും സാധാ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഡാഷ്ബോർഡിൽ എന്തൊക്കെയാണോ വരുന്നത് അതെല്ലാം ഇതിലും വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ കോൾ വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് ബ്ലൂടൂത്ത് വൈസ് ആണ്. ഇപ്പം നമ്മളൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇയറിൽ വെച്ചിട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. വെഹിക്കിൾ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന മാപ്പ് എന്ന് പറയുന്നത് മാപ്പ് മൈ ഇന്ത്യയുടെ മാപ്പാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ചില ഇലക്ട്രിക് ബ്രാൻഡ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ മാപ്സും അതുപോലെ തന്നെ വേറെ ചില മാപ്പുകളുമാണ് വേറെ ഇലക്ട്രിക് ബ്രാൻഡ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഇലക്ട്രിക് വണ്ടികളിലും വരും പോലെ തന്നെ ഇതിനും ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അതാണ് സിമ്പിൾ കണക്റ്റ്. നമുക്ക് ഈ ഒരു ആപ്പ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ലൈവ് ട്രാക്കിങ്ങും എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ നല്ല കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രോപ്പ് സേഫ് എന്നാണ് ഒരു ഫീച്ചറിൻ്റെ പേര്. അഥവാ നമ്മളെ വണ്ടി ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ആക്സിഡൻറ്റോ അതേപോലെ സ്റ്റാൻഡ് നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മൾ മൈൻഡ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഇട്ട് വണ്ടി മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി തന്നെ മോട്ടർ കട്ട് ഓഫ് ആവും. മോട്ടർ കട്ട് ഓഫ് ആയിട്ട് നമ്മൾ ഈ ഒരു പാർക്കിംഗ് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലിങ്ക് ആവും. അപ്പോൾ അതിനെ ഡ്രോപ്പ് സേഫ് എന്നാണ് ഈ ഒരു സിമ്പിൾ എനർജി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഫീച്ചറുണ്ട്, ഒരു റാപ്പിഡ് ബ്രേക്ക് അലേർട്ട്. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഫാസ്റ്റായിട്ട് പോയിട്ട് സഡനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയിൽ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിയർ ടെയിൽ ലാമ്പ് സ്പീഡായിട്ടൊന്ന് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്യും. അതിനാണ് ഒരു റാപ്പിഡ് ബ്രേക്ക് അലേർട്ട് എന്ന് പറയുന്നത്. പുറകെ വരുന്ന വാഹനങ്ങൾക്ക് ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു വേറൊരു സെക്യൂരിറ്റി ഫീച്ചർ കൂടിയുണ്ട്. സെക്യൂരിറ്റി ഫീച്ചർ എന്ന് പറയുന്നത് തെഫ്റ്റ് ആൻഡ് ടോ അലേർട്ടാണ്. തെഫ്റ്റ് ആൻഡ് ടോ അലേർട്ട് എന്ന് പറയുന്നത് ഇഫ് നമ്മളിപ്പോൾ ഒരു വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു സ്ഥലത്ത് പോയി ഇപ്പം വേറെ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ വണ്ടി എടുക്കാനോ അതേപോലെ മൂവ് ചെയ്യാനോ എന്തെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ ട്രിഗർ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരും, നമ്മളെ വണ്ടി ഇതേപോലെ മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, ആരും എടുത്ത് മാറ്റാനോ അതുപോലെ തന്നെ നീക്കി വയ്ക്കാനോ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിലും ഉള്ളതുപോലെ തന്നെ ഇതിലും ഒരു പാർക്കിംഗ് മോഡുണ്ട്. നമുക്ക് റിവേഴ്സ് എന്ന് തന്നെ പറയാം. ഇതിൽ വന്നിരിക്കുന്നത് പാർക്ക് മോഡ് എന്നാണ്. നമ്മൾ പാർക്ക് മോഡ് ഇട്ടിട്ട് നമുക്ക് വണ്ടി റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് പാർക്ക് ചെയ്യാം. നമുക്കൊരു ഒറ്റ സ്വിച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഫോർവേഡും ബാക്ക്വേഡും പോകാവുന്നതാണ്. പിന്നെ ഒരു മെയിൻ ഫീച്ചറുണ്ട്. നമ്മളിപ്പോൾ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്ത് വെച്ചു, കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കൊണ്ടുവരികയാണ്, നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഒന്നുമില്ല, നമുക്കിപ്പം അത്യാവശ്യം ലൈറ്റ് വേണം. നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്ന് കീ ഊരി എടുക്കുകയും ചെയ്യും. പക്ഷേ ഇതേപോലെ ലൈറ്റ് വണ്ടിയിൽ ഓണായി കിടക്കും. കീ ഊരി എടുത്താലും ലൈറ്റ് ഓണായി കിടക്കും കുറച്ചൊരു സമയത്തേക്ക് വേണ്ടിയിട്ട്. ഇതിനെയാണ് പറയുന്നത് ഗൈഡ് മീ ഹോം ലാമ്പ്. നമ്മളെ ഗൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ട ഒരു ഫീച്ചറാണ് ഓട്ടോ ഹോൾഡ് അഥവാ ഹിൽ ഹോൾഡ്. പക്ഷേ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ പറയുന്നത് അതിനെ സൂപ്പർ ഹോൾഡ് എന്നാണ്. ഒരു സ്ലോപ്പിൽ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് കയറ്റത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അതവിടെ ഈ ഒരു ഓട്ടോ ഹോൾഡ് അഥവാ സൂപ്പർ ഹോൾഡ് ട്രിഗർ ആവും. നമ്മൾ അതിനുശേഷം കൈ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10
മിനിറ്റ്സ് ആണ്. 10 മിനിറ്റ്സ് നമ്മുടെ വണ്ടി സുഖമായിട്ട് ഈ പറയുന്ന സ്ലോപ്പിൽ അങ്ങനെ സ്റ്റോപ്പായി തന്നെ നിൽക്കുന്നതായിരിക്കും. ഈ ഒരു വണ്ടിയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേയും കാട്ടി അപ്പുറമാണ്. ഇത്രയും വലിയൊരു സീറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിനുള്ളിൽ ഇത്രയും സ്പേസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഫ്രണ്ടിൽ നമുക്ക് ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇതൊരു 1 ലിറ്ററിന്റെ ഗ്ലോ ബോക്സ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു ബൂട്ട് സ്പേസ് വന്നിട്ട് 35 ലിറ്ററും ആണ്. നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത് നല്ലൊരു സ്മൂത്ത് ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മോണോ ഷോക്ക്, റിയർ ഷോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പില്ലിയന് നല്ലൊരു ഫീലാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാനും പില്ലിയനും ഉണ്ടായിരുന്നു. സോ പില്ലിയന് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ബാക്കിയുള്ളവർക്ക് അത് ചേഞ്ച് ആവാതിരിക്കാം. ബട്ട് നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത് 2 ടൈപ്പ് കളേഴ്സ് സെക്ഷൻ ആണ്. സിംഗിൾ ടോണും അതുപോലെ തന്നെ ഡ്യുവൽ ടോണും. സിംഗിൾ ടോണിൽ വന്നിരിക്കുന്നത് ഗ്രേസ് വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എയറോ ഗ്രേ ഉണ്ട്, ബ്രൈസൺ ബ്ലാക്ക് ഉണ്ട്, അസ്യൂർ ബ്ലൂ ഉണ്ട്, സോണിക് റെഡ് ഉണ്ട്. ഇനി നമുക്ക് ഡ്യുവൽ ടോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈറ്റ് എക്സ്, എയറോ എക്സ്, ബ്രൈസൺ എക്സ്, അസ്ഫാൾട്ട് എക്സ് എന്നീ പറയുന്ന 4 കളർ സെക്ഷനാണ് ഡ്യുവൽ ടോണിലും വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ടോട്ടൽ 9 കളേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു വണ്ടിയുടെ റേഞ്ച്. നമ്മൾ റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ടോട്ടൽ 265 കിലോമീറ്റർ ആണ് IDC പറയുന്നത്. IDC അത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടിക്ക് കിട്ടുന്ന ഒരു ആക്ച്വൽ റേഞ്ച് എന്ന് പറയുന്നത് 190, അതുപോലെ തന്നെ 200 കിലോമീറ്ററിന് ബിറ്റ്വീനിലാണ് കിട്ടുന്നത്. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അത്രയും ആ ഒരു സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നാണ് സിമ്പിൾ എനർജി പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നിലവിൽ 250+ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ അത് ജസ്റ്റ് ഗ്രോത്ത് സ്റ്റേജിലാണ്. എന്തായാലും ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ചാർജിങ് പോർട്ട് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. എവിടെയായിട്ടാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്, ഐറ്റംസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹുക്ക്. അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ടൊരു ഫീച്ചർ എല്ലാ ഇലക്ട്രിക് വണ്ടികളിലും ആൾക്കാർ വേണം എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ ചാർജിങ് പോർട്ട്. 12 വോൾട്ട് ഔട്ട്പുട്ട് വരുന്ന ഒരു ചാർജിങ് പോർട്ടാണ് നമ്മുടെ ഈ ഒരു സിമ്പിൾ എനർജിയിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് സിമ്പിൾ വണ്ണിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു വണ്ടി തന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ സിമ്പിൾ എനർജിയുടെ ആദ്യത്തെ ഷോറൂമായ സിമ്പിൾ വൺ കരമനയാണ്. നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ല, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇനി തുടർന്നും ഇതേപോലത്തുള്ള വീഡിയോ ലഭിക്കാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ രാംനാഥ്, സൈനിങ് ഔട്ട്.